അടിയന്തര അറബ് ഇറാൻ ഉച്ചകോടി അടുത്ത ആഴ്ച ജിദ്ദയിൽ ചേരാൻ തീരുമാനിച്ചു. നിലവിൽ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടനുബന്ധിച്ച് തുടർ സമീപനവും പ്രവർത്തനവും ഏകോപിപ്പിക്കാനും മേലിൽ അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് അടിയന്തര മീറ്റിംഗ് വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഭാവിയിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധവും അമേരിക്കയുമായിട്ടുള്ള ബന്ധവും സുരക്ഷിതമല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പരിശോധിക്കണമെന്ന് ഇതിനു മുൻപ് തന്നെ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇറാൻ്റെ ആ നിലപാടിനോടൊന്നും ഒരു അനുകൂല സമീപനം അറബ് മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അവർ 100% അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാവിധ സഹായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും വ്യവസായികവും സാമ്പത്തികവുമായിരിക്കുന്ന കരാറുകളെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാര്യം പറയുന്നത്, ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് ജോർദാനും സൗദി അറേബ്യയും കടന്ന് യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിട്ട് അത് കണ്ട് മനസ്സിലാക്കാൻ പാകത്തിലുള്ള റഡാർ സംവിധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഏത് സമയവും ഈ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ സാധിക്കും എന്ന് അടിവരയിടുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് റഡാർ നൽകിയിരിക്കുന്ന സംവിധാനം, അത് അമേരിക്കയിൽ നിന്ന് വാങ്ങപ്പെട്ട റഡാറുകളൊന്നും യഥാർത്ഥത്തിൽ ഒരു പരിധി വിട്ടിട്ട് സുരക്ഷിതമല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ UAEക്ക് അമേരിക്ക നൽകിയ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ്, 2 താഡ് സിസ്റ്റവും ഇസ്രായേലിന് നൽകാൻ വേണ്ടി അമേരിക്ക പറഞ്ഞതിൻ്റെ കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാര്യം, UAEക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അവരുടെ ആയുധത്തെക്കുറിച്ചും സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയുന്ന അമേരിക്ക പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ഇത് അറേബ്യൻ മേഖലയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യം തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ സൗദി അറേബ്യയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊരു തരത്തിലുള്ള ആക്രമണം ശത്രുപക്ഷത്തിൽ നിന്നുണ്ടായാലും തങ്ങളതിനെ പ്രതിരോധിക്കുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്കയും സൗദിയും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതൊന്നും അറിയാത്ത രീതിയിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നു എന്നുള്ളതുമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യക്കാരെ ഒരു വിഡ്ഢികളാക്കുന്ന രീതിയിലും ഞങ്ങൾക്കത് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും, ഞങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോഴും അറബ് രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളത് കൃത്യമാണ്. തിരിച്ചടി നൽകാത്ത വിധം ഒരിക്കലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപേക്ഷ നൽകിയത് കൊണ്ടോ നിവേദനം കൊടുത്തത് കൊണ്ടോ സങ്കടം പറഞ്ഞത് കൊണ്ടോ കരാറുണ്ടാക്കിയത് കൊണ്ടോ ഇസ്രായേലിനെ തോൽപ്പിക്കാനും കഴിയില്ല. ഇസ്രായേലിനെ തോൽപ്പിക്കണമെങ്കിലും പരാജയപ്പെടുത്തണമെങ്കിലും അവരുമായിട്ട് യുദ്ധം ചെയ്യുക തന്നെ വേണം. എത്ര കാലം യുദ്ധം ചെയ്തിട്ടുണ്ടോ അത്രയും കാലം അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ അന്ന് പിടിച്ചെടുക്കപ്പെട്ട 75% ഭൂമിയും അവർ ലെബനാൻ തിരിച്ചുപിടിച്ചത് യുദ്ധം ചെയ്ത് കൊണ്ടിട്ടാണ്. അല്ലാതെ ഒരു അന്താരാഷ്ട്ര കരാറുകളോ UN സഭയുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളോ ഇസ്രായേലോട്ട് അംഗീകരിപ്പിക്കാനോട്ട് സാധിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുക അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, ഒരു പ്രയാസഘട്ടത്തിലാണ്. ആയതിനാൽ തന്നെ നിലവിലെ ഭാവിയിൽ ഇവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരശേഖരണം നടത്തുകയും അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള സമീപനം ഏത് രീതിയിലാവണം എന്ന് പരിശോധിക്കുകയും ചെയ്യണം എന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇറാനെ അടക്കം വിളിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര ഉച്ചകോടി അടുത്ത ആഴ്ച ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൽ നിന്ന് ചില നിലപാടുകളും ചില സമീപനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുകയാണ്. ഏതായിരുന്നാലും ജിദ്ദ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഉച്ചകോടിയോടനുബന്ധിച്ച് പുതുതായിരിക്കുന്ന ചില സമീപനങ്ങൾ
അമേരിക്കയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്ത്, അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് എത്രത്തോളം ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്ന കാര്യം ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ടും ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടും ട്രേഡിംഗ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഒരുപക്ഷെ ഒരു പുനഃപരിശോധന അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖലയിലേക്ക് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭൂപ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് അവർ സൈനിക താവളവും സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്തണം, അല്ലെങ്കിൽ ആ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കണം എന്നുള്ളിടത്തേക്കും ഇപ്പോഴത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.